നഗരിയിലെ പൊള്ളുന്ന കാഴ്ചയാണ് ഒട്ടിയ വയറുമായി തെരുവിൽ കഴിയുന്ന നിരാലംബർ. ഇവർക്ക് കഴിഞ്ഞ 5 വർഷമായി ഒരു പൊതിച്ചോറിന്റെ പുണ്യം വിളമ്പുന്ന നന്മയാണ് അജു എന്ന ചെറുപ്പക്കാരൻ. സ്വന്തം അധ്വാനത്തിലൊരൽപ്പം മാറ്റിവെച്ചാണ് ആര്യനാട് മീനാങ്കൽ MRK ഹൌസിൽ അജു കെ മധു ദിവസേന 50ഓളം തെരുവിന്റെ മക്കളെ അന്നമൂട്ടുന്നത്. ഞാനിപ്പോ 7ാമത്തെ കൊല്ലമാണ് ഇങ്ങനെ തെരുവിൽ ഫുഡ് കൊടുക്കുന്നത്. ഈ ഓണം ആവുന്നത് അത്തം മുതൽ ഉത്രാടം വരെ നമ്മൾ ഓണക്കോടി കൊടുക്കുകയും അതിനുശേഷം ഈ തിരുവോണത്തിന്റെ അന്ന് ഇതേപോലെ ഈ പൊന്നറ പാർക്കിന്റെ അവിടെ ഇലയിട്ട് ഈ തെരുവിൽ കഴിയുന്നവർക്ക് സദ്യ കൊടുക്കുന്നതാണ്. അപ്പൊ ഇന്നിപ്പം എന്നോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വർഷത്തെ പോലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ആർഷയുണ്ട്, മുനീറുണ്ട്, സെയ്ത് കാക്കയുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ആഹാരം നമുക്ക് നൽകിയത് ഹിമവൽ മഹേശ്വര സ്വാമിയാണ്. പിന്നെ എൻ്റെ പ്രിയ കുറച്ച് സുഹൃത്തുക്കൾ കൊണ്ട് ചേർന്നാണ് ഇന്ന് ഈ തെരുവിൽ ഭക്ഷണം കൊടുക്കാൻ നമ്മളെ സഹായിച്ചത്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തിരുവോണത്തിന് സദ്യ കഴിക്കാറില്ല. നമ്മളെ സുഹൃത്തുക്കളോടൊപ്പം ഈ തെരുവിലിരുന്ന് ഇവർക്കൊപ്പമാണ് നമ്മൾ ഊണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ തവണയും ഇങ്ങനെ ഒരു ഊണ് കഴിക്കാൻ, ഇവർക്കോടൊപ്പം ഊണ് കഴിക്കാൻ കിട്ടിയ ഒരു സൗഭാഗ്യത്തിൽ ഞാൻ ജഗദീശനോട് 1000 നന്ദി അറിയിക്കുന്നു. തെരുവ് വിലാസമാക്കിയവരെല്ലാം അജുവിന് ബന്ധുക്കളാണ്. അവർക്ക് ഓണക്കോടി വിതരണം, തിരുവോണത്തിന് തെരുവിൽ ഇലയിട്ട് വിളമ്പി അവർക്കൊപ്പം ഇരുന്ന് സദ്യ കഴിക്കൽ, ഇങ്ങനെയാണ് അജുവിന്റെ ഓണാഘോഷം. ഭക്ഷണം മാത്രമല്ല, രോഗികൾക്ക് മരുന്നും പരിചരണവും തീരെ അവശരായവരെ ആശുപത്രിയിൽ എത്തിക്കലുമൊക്കെ നാടിനോടുള്ള കടമയായി കരുതാനാണ് അജുവിന് ഇഷ്ടം. ആദ്യമായിട്ടാണ് അജു എന്നെ വിളിച്ചതും ഇവിടെ വന്നതും. അല്ലെങ്കിൽ എല്ലാ ഓണവും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. ഈ ഓണത്തിന് അജു എന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു വീട്ടിലെ മക്കളുടെ അമ്മയുടെയൊക്കെ കൂടെ ഇരുന്ന് ഓണം ആഘോഷിച്ചതിനേക്കാളും എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും തെരുവിൽ അലയുന്നവർക്ക് ഓണത്തിന് ഓണക്കോടിയുമായി അത്തം മുതൽ സഞ്ചരിക്കുകയാണ് അജു. ഉത്രാടം വരെ തിരുവോണ ദിനത്തിൽ തെരുവോരങ്ങളിൽ ഇലയിട്ട് ഓണസദ്യ വിളമ്പി സാമൂഹ്യ പ്രവർത്തകരായ മുനീർ പനമൂട്ടിൽ, മോഡൽ ആർഷ, സെയ്ദ് തുടങ്ങിയവരും നേതൃത്വം നൽകി.